ഒടുവിൽ പാകിസ്ഥാന്റെ ഭീകര കൊട്ടാരങ്ങൾ ഒന്നൊന്നായി തകർത്തെറിഞ്ഞ് ഇന്ത്യൻ സൈന്യം. ഇന്ത്യയുടെ ആക്രമണത്തിന് മുൻപിൽ പാകിസ്ഥാൻ പകച്ചു പോയിരിക്കുന്ന വിവരമാണ് ലോക മാധ്യമ മീഡിയകൾ ഇപ്പോൾ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ടായിട്ട് വരുന്നത്. ഇത്തരം ഒരു ആക്രമണം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വെടിവെപ്പും കാര്യങ്ങളൊക്കെ സാധാരണ നടക്കുന്നതിനപ്പുറമായ രീതിയിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്കുകൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് അവർ വിശ്വസിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഭീകരരെ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ മറ്റൊരു മന്ത്രി പറഞ്ഞത് വേണ്ടി വന്നാൽ ഇന്ത്യയിൽ ആണവായുധം പ്രയോഗിക്കുമെന്നാണ്. അങ്ങനെ പേടിപ്പിച്ച് നിർത്തിയാൽ നിന്ന് പോകും എന്ന് ഒരു വേള പാകിസ്ഥാൻ കണക്ക് കൂട്ടി. അതെല്ലാം തൂത്തെറിയപ്പെട്ടു, തകർത്തെറിഞ്ഞു. ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് വളരെ സൂക്ഷ്മതയോടുകൂടി ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിച്ച് പാകിസ്ഥാനെ കീഴ്പ്പെടുത്താനും അവരുടെ ഭീകര കൊട്ടാരങ്ങൾ തകർത്തെറിയാനും വേണ്ടി ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചു എന്നുള്ളത് അത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. 974 ശേഷം ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം ഇന്ത്യയുടെ സൈനികരുടെ ഭാഗത്തുണ്ടാകുന്ന ആദ്യമായിട്ടാണ്. ഇന്നലെ രാത്രി 1:05 മുതൽ 1:30 വരെ 25 മിനിറ്റ് നീണ്ടു നിന്ന ആക്രമണത്തിൽ പടിപടിയായിട്ട് ഓരോരോ ഭീകര കൊട്ടാരങ്ങളും തകർന്നടിയുന്നത് കൃത്യമായിരിക്കുന്ന വീഡിയോ റെക്കോർഡ് പോലും പുറത്തിറങ്ങി എന്നുള്ളത് ഇത് ലോകത്തെ അതിശയിപ്പിച്ച കാര്യമാണ്. യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് പാകിസ്ഥാനെതിരെ ആണെങ്കിലും അത് ചൈനക്ക് കൂടിയുള്ള മുന്നറിയിപ്പാണ്. വേണ്ടി വന്നാൽ അവർക്കെതിരെയും ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയും എന്ന് തെളിയിക്കുക കൂടിയാണ്. ഏതൊക്കെ പ്രദേശത്താണ് ആക്രമണം നടത്തിയത് നമ്മൾ നോക്കാം. മുസാറാബാദ് എന്ന് പറയുന്ന പ്രദേശം, കൊഡ്ലി എന്ന് പറയുന്ന പ്രദേശം, കുൽപൂർ, സിംബർ, സിയാൽകോട്ട്, മോരിഡ്കെ, ചാക് അമ്രു ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നത്. അവിടെ സെൻറ്ററുകളായിട്ട് പ്രവർത്തിക്കുന്നത് ഈ മേഖലയാണെന്ന് നാവിക വിഭാഗത്തിന് കൃത്യമായ രീതിയിൽ അറിവ് ലഭിച്ചു. നാവിക, വ്യോമ, കരസേന ഏകോപിപ്പിച്ചുകൊണ്ട് ഭീകരതയ്ക്കെതിരെയുള്ള ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടിരിക്കുന്ന ആക്രമണത്തിന് മുൻപിൽ ഇപ്പോഴും പകച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ. ഇതോടനുബന്ധിച്ച് പ്രധാനമന്ത്രി അയക്കുന്ന ഷഹബാസ് ഷെരീഫിന്റെ ഒരു പ്രസ്താവന വന്നു. ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇനി മുന്നേറുകയൊന്നുമില്ല, ഞങ്ങൾ അതിന് പ്രതിരോധം ഉണ്ടാക്കുകയൊന്നും ഇല്ല എന്നുള്ളത്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിൽ ഒരു ആക്രമണം ഉണ്ടായാൽ തീർച്ചയായിട്ടും തിരിച്ചടിക്കും. ഇതേ ഘട്ടത്തിൽ തിരിച്ചടിക്കാൻ ഞങ്ങൾ കഴിയും എന്നൊരു മുന്നറിയിപ്പ് ഇന്ത്യ പാകിസ്ഥാന് നൽകിയതിനോടനുബന്ധിച്ചുള്ള ഒരു മറുപടിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. മസൂദ് അസർ എന്ന് പറയുന്ന ഭീകരവാദിയുടെ നിലയമാണ് തകർത്തെറിയപ്പെട്ടത്. അതിൽ നിന്ന് ഇതേമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം 10ഓളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും മസൂദ് അസർ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അത് പാകിസ്ഥാനാണ് അതിൻ്റെ വിവരങ്ങൾ പറയേണ്ടത്. പാകിസ്ഥാന്റെ അകത്ത് കയറി ഇന്ത്യ ശക്തമായ രീതിയിൽ ആക്രമണം നടത്തി എന്നുള്ളത് ലോകത്തെ അതിശയിപ്പിച്ച കാര്യമാണ് എന്ന് ഇതിൻ്റെ കൂടെ നമ്മൾ പറയേണ്ടതാണ്. ഇദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്. മസൂദ് അസദ് എന്ന് പറയുന്ന ഭീകരവാദിയെക്കുറിച്ച് പറയുന്നത് 99 കാശ്മീർ ജയിലിലായിരുന്നു കക്ഷി. മൂപ്പരുടെ കാര്യമായിട്ടുള്ള പ്രവർത്തനം ഭീകരപ്രവർത്തനം ചെയ്യുക, ഇന്ത്യയിലേക്ക് റിക്രൂട്ട് ചെയ്യുക, ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാണ്ഡഹാർ വിമാനത്താവളത്തിലെ ആക്രമണത്തോടനുബന്ധിച്ച് വിട്ടുകൊടുക്കേണ്ടി വന്ന പ്രതികളിലെ പ്രമുഖരാണ് മസൂദ് അസർ എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥം പറഞ്ഞാൽ ഈ ഭീകരവാദത്തിന്റെ നിർമ്മിതി പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ പൂർണ്ണമായിരിക്കുന്ന അനുമതിയോടുകൂടിയാണ്. ഇവരൊക്കെ സംരക്ഷിക്കുന്നത് പാകിസ്ഥാൻ സർക്കാരാണ്. എല്ലാ കാലത്തും ഇന്ത്യ പറയുന്നതാണ്, അത് യാഥാർത്ഥ്യമാണ്. ലഷ്കർ എ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൽ മുജാഹിദിന് ഈ മേഖലയെല്ലാം ഈ ആക്രമണം കൊണ്ട് തകർക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. റഫാൽ യുദ്ധവിമാനം വളരെ കൃത്യമായ രീതിയിൽ ലക്ഷ്യത്തിൽ ഇറങ്ങി ആക്രമിച്ചുകൊണ്ട് പാകിസ്ഥാനെ അടിയറവ് പറയിപ്പിച്ചിരിക്കുന്ന ആക്രമണം നടത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് എല്ലാ കാലത്തും ഇന്ത്യക്ക് അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഭീകരത കയറ്റുമതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ പേരാണ് പാകിസ്ഥാൻ എന്ന് പല രാജ്യങ്ങളും അംഗീകരിച്ചാണ്. ഒരു സുരക്ഷിതമായിരിക്കുന്ന അല്ലെങ്കിൽ വളരെ ഈ കാര്യപ്രാപ്തിയുള്ള ഒരു സർക്കാർ പല ഘട്ടങ്ങളും അവിടെ വന്നിട്ടില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ നേതാക്കൾ പാകിസ്ഥാനെ വിശേഷിപ്പിച്ചത് അത് രാജ്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല, പകരം അതൊരു പരീക്ഷണ ഭൂമിയാണ്. അങ്ങനെ കാണാൻ പറ്റൂ. സൈനികർ സർക്കാരിനെ അട്ടിമറിക്കുന്നു, സർക്കാർ സൈനികർ അട്ടിമറിക്കുന്നു, പ്രധാനമന്ത്രിയെ സൈനികർ പിടിച്ചു കയറ്റി ജയിലടക്കുന്നു, എന്നിട്ട് സൈനികർ പ്രധാനമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കുന്നു. പിന്നെ അവിടെ പുതിയ ഭരണങ്ങൾ വരുന്നു, ആ രാജ്യത്തിലെ പ്രധാനമന്ത്രിമാർ രാജ്യം വിട്ടു പോകുന്നു, പിന്നീട് അന്താരാഷ്ട്ര മേഖലയിലൊക്കെ ഇടപെട്ടുകൊണ്ട് രാജ്യത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതി നൽകുന്നു, പിന്നീട് അവർ വെടിവെച്ച് കൊള്ളുന്നു. ഈ ബേനസീർ ഭൂട്ടോക്കൊക്കെ ഉണ്ടായ സ്ഥിതികളൊക്കെ വളരെ ദയനീയമാണ്. നവാസ് ഷെരീഫ് ഒരുപാട് കാലം ജയിലിൽ കടന്നതാണ്. ജയിലിൽ ഭരണത്തിലിരിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ആയിരിക്കെയാണ് മുഷറഫ് എന്ന് പറയുന്ന സൈനിക കമാൻഡർ ഇയാൾ പിടിച്ച് ജയിലാക്കുന്നത്.
പിന്നീട് അവിടുത്തെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും സൈനിക കമാൻഡറും ഒക്കെ പർവേസ് മുഷറഫാണ് പിന്നെ വരുന്നത്. ഇതവിടെ സ്ഥിരം നടക്കുന്ന പരിപാടിയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ ഇപ്പം ജയിലിലാണ്. അയാളിപ്പോൾ നീതിക്ക് വേണ്ടിയിട്ട് സാധാരണക്കാരിട്ട ജയിലിൽ നിന്ന് മാറ്റിയിട്ട് ഏറ്റവും കുറച്ചും കൂടി ഒരു വിപുലമായിരിക്കുന്ന സൗകര്യമുള്ള ജയിലിൽ എന്നെ ഇടണം എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാൻ സുപ്രീം കോടതിയോട് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രധാനമന്ത്രി പറയുന്നത്. അവിടുത്തെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയാണത് കാണുന്നത്. എന്തുകൊണ്ടാണ് ഭീകരത കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ഇന്ത്യ പറയാൻ കാരണം, അല്ലെങ്കിൽ പല രാജ്യങ്ങൾ പറയാനുള്ള കാരണം, അത് അവിടുത്തെ ഈ അഫ്ഗാനിസ്ഥാനിലെ ഭീകരവാദിയായിരിക്കുന്ന ഉസാമ ബിൻ ലാദന് പൂർണ്ണമായിരിക്കുന്ന സംരക്ഷണം നൽകുകയും അൽ-ഖ്വയ്ദക്ക് വേണ്ട രീതിയിൽ പ്രാക്ടിക്കൽ നൽകുകയും ചെയ്തത് പാകിസ്ഥാനാണ് എന്നതുകൊണ്ടാണ്. ഉസാമ ബിൻ ലാദനെ അമേരിക്ക പിടികൂടുന്നത് അബാട്ടാബാദ് എന്ന് പറയുന്ന പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രത്തിനോട് തൊട്ട് ചേർന്നിട്ടാണ്. അവരാണ് സുരക്ഷിതം കൊടുത്തത്. അപ്പോൾ ഇത്തരം സംരക്ഷണം എല്ലാ കാലത്തും നടത്തിയിട്ടുണ്ട്. ഇന്ത്യക്ക് പല രീതിയിലുള്ള പ്രയാസങ്ങളും ഉണ്ടാക്കുന്നത് പാകിസ്ഥാനാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ അതിർത്തി കടന്നുകൊണ്ട് ഒരു ആക്രമണത്തിന് പല ഘട്ടത്തിലും ഇന്ത്യ സർക്കാർ മുന്നോട്ട് വരാറില്ല. ഇത് അതിഭയങ്കരമാണ്, അതിമാരകമാണ്. ഇന്ത്യക്ക് നേരെ കാശ്മീരിൽ അവർ നടത്തിയത് 28ഓളം ആളുകളെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ കാശ്മീരിൽ നടന്നിരിക്കുന്ന ഭീകര ആക്രമണത്തിൻ്റെ പിന്നിൽ പാകിസ്ഥാനാണെന്നും അതിനുള്ള തിരിച്ചടിയാണ് നൽകിയത് എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇന്ത്യ നൽകിയിട്ടുണ്ട്. ഒരു പഹൽഗാമും ഇനി ആവർത്തിക്കാൻ പാടില്ല. അത്തരം ഒരു ഓപ്പറേഷനും പാക് സർക്കാർ മുന്നൊരുക്കം നടത്താനും പാടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലോ ഇതുപോലെയുള്ള ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാവും. ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് ഉള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ചൈനയുടെ റഡാർ സംവിധാനമാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത് എന്നൊരു പരാമർശം പറയുന്നു. വല്ല കാരണവശാലും ഇന്ത്യ ആക്രമിക്കുകയാണ്, റഡാർ സംവിധാനത്തിൽ കുടുങ്ങിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഒരുക്കിയിരുന്നു. ഈ റഡാർ സംവിധാനം, അതായത് ചൈനയുടെ റഡാർ സംവിധാനത്തിന് പോലും ഇന്ത്യയുടെ ആക്രമണത്തെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്ന തന്ത്രങ്ങൾ ചെറുതൊന്നുമല്ല, അത് ശക്തമാണ് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഭീകരതയുടെ നിലയം തന്നെ പൊളിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാഠമായിട്ട് നിലനിൽക്കുന്നു. സ്കൈലപ്പ് ക്രൂയിസ് മിസൈൽ അവർ ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്ന ഒന്നതാണ് ഹമ്മർ മിസൈൽ. ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. റഫാൽ യുദ്ധവിമാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത്. ഇത് രണ്ടും വളരെ ശക്തമായ രീതി, അതായത് കാലോചിതപരമായി മാറ്റം വരുത്തിക്കൊണ്ട് ഇന്ത്യയുടെ നിർമ്മിതമായി നിലനിൽക്കുന്നതാണ് ഈ സ്കൈലപ്പ് ക്രൂയിസ് മിസൈൽ എല്ലാം പറയുന്നത്. കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ഏതൊക്കെ തരത്തിലാണ് മാറ്റങ്ങൾ, എങ്ങനെയൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങൾ ഇപ്പോഴും ഒരു കാലത്തും പാകിസ്ഥാന് മനസ്സിലായിട്ടില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്ന കാര്യം ഭീഷണിപ്പെടുത്തുകയും ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറയുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യ അടങ്ങിയിരിക്കും എന്നുള്ളതാണ്. സാമ്പത്തികപരമായ രീതി വലിയ തകർച്ച നേരിടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. വലിയ രീതിയിലുള്ള മുന്നേറ്റം മൂന്നാം ലോക രാജ്യത്തോടൊപ്പം കിടപിടിക്കാൻ പാകത്തിലുള്ള വളർച്ച നേടുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തോട് സഹകരിച്ച് നിൽക്കുന്നതിനപ്പുറം ഇവിടെ വിഷയങ്ങളും ഭീകര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ രാജ്യം തന്നെ ക്ഷീണിച്ചും പോകുന്ന ഒരു നാണംകെട്ട സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ അവർക്കുള്ളത്. അതാണ് ഇന്ന് അവർ അനുഭവിക്കുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ അകത്ത് കയറി അതിശക്തമായിരിക്കുന്ന ആക്രമണം നടത്തിക്കൊണ്ട് വിജയക്കൊടി പാറിച്ചു എന്ന് പറയുമ്പോൾ അതിനെതിരെ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയാൻ പോലും ഒരു ഭരണകക്ഷിയിൽപ്പെട്ട ഒരാളും ഇല്ലാത്ത ദയനീയ അവസ്ഥ പാകിസ്ഥാന് വന്നുപെട്ടിരിക്കുന്നു എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ പരാജയമാണ്. ഇപ്പം തന്നെ അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇനി ആക്രമിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കുന്നു ഇല്ല എന്ന തരത്തിലാണ്. അപ്പോൾ ഇന്ത്യയുടെ അതിർത്തി കടന്നുകൊണ്ട് കാശ്മീരിലെ പേൽഗാമിൽ സാധാരണക്കാരായിരിക്കുന്ന ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്നു എന്ന് പറയുന്നത് രാജ്യത്തോട് ചെയ്യുന്ന യുദ്ധപ്രഖ്യാപനം തന്നെയാണ്. രാജ്യത്തിന് നേരെ തന്നെയാണ് വെടിവെച്ചത്. തീർച്ചയായിട്ടും അതിന് ഗവൺമെൻറ് തലത്തിലുണ്ടായിരിക്കുന്ന തിരിച്ചടി ഈ സമയോചിതപരമായ രീതിയിൽ തന്നെ കൃത്യമായ രീതിയിൽ നൽകി എന്നുള്ളത് പ്രശംസനീയമായിരിക്കുന്ന കാര്യം തന്നെയാണ്. നാവിക വ്യോമ കരസേനയെ ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ ലക്ഷ്യം നേടുന്ന തരത്തിലും അതോടൊപ്പം തന്നെ സാധാരണക്കാർ മരിക്കാത്ത രീതിയിലും ഭീകര സംവിധാനങ്ങൾ തകർക്കുന്ന രീതിയിലുമാണ് ആക്രമണം നടത്തിയത്. മരണസംഖ്യകൾ എന്ന് പറയുന്ന സമയത്ത് വളരെ 22ഓളം മേഖലയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സൈനികർ ലക്ഷ്യം വെച്ചത്. എന്നാൽ 9 ഇടങ്ങളിലാണ് ആക്രമണം നടത്തിയത്. ബാക്കിയുള്ളതൊക്കെ ജനനിബിഡമായിരിക്കുന്ന പ്രദേശമാണ് എന്നൊരു സംശയം ഇന്ത്യൻ സൈനികർക്ക് ഉള്ളത് കൊണ്ട് ഒഴിവാക്കി എന്നുള്ളതാണ്. വേണ്ടി വന്നാൽ ഇനിയും ആക്രമിക്കാൻ പാകത്തിലുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇന്ത്യയുടെ കൈവശത്തിലുണ്ട് എന്ന്
ഇന്ത്യക്കും അതോടൊപ്പം തന്നെ ചൈനക്കും തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്, ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ കാഴ്ചപ്പാട് എന്നാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.